ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും മൗനരാഗ സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡ് പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ പ്രകാശനാണെങ്കിൽ അമ്മയടുത്ത് പറയേണ്ട, അമ്മേ മുഹൂർത്തത്തിന് സമയമായി ആവാനായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ദിലീപിന്റെ അമ്മയും കൂട്ടുകാരൊക്കെ ഓഡിറ്റോറിയത്തിൽ എത്തിക്കാണും. ഇവരിതുവരെ റെഡിയായി കഴിഞ്ഞില്ലല്ലോ അമ്മേ, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രകാശ, നീ ഒന്ന് അടങ്ങടാ, മുഹൂർത്തത്തിന് ഇനിയും സമയമുണ്ട്. നീ ഏത് വാച്ചിലാടാ നോക്കുന്നത്? സമയം എന്തോരം ഉണ്ടെന്ന് അറിയാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ കല്യാണിയും കാർത്തികയും ലക്ഷ്മിയും കാദംബരിയും ചേർന്നിട്ട് മുകളിൽ നിന്നിട്ട് ഇങ്ങനെ ഇറങ്ങി വരുവാട്ടോ. അപ്പൊ പ്രകാശൻ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാണ്. നമ്മുടെ കാർത്തികനെ കണ്ണിറയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രകാശൻ കേട്ടോ. ആദ്യമായിട്ടാണ് പ്രകാശൻ ഒരു മോളുടെ വിവാഹമെങ്കിലും മനസ്സറിഞ്ഞിങ്ങനെ നടത്തി കൊടുക്കാൻ വേണ്ടി പോണത്. അങ്ങനെ കാർത്തികനെ കാണുമ്പോൾ കണ്ണ് നിറഞ്ഞു നിൽക്കുമ്പോഴേക്കും കാർത്തിക വേഗം പ്രകാശിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പ്രകാശിന്റെ കാലുകൾ തൊട്ട് ഇങ്ങനെ ഇത് ചെയ്യുമ്പോഴേക്കും നമസ്കാരം ചെയ്യുമ്പോഴേക്കും പ്രകാശം പെട്ടെന്ന് കാർത്തികനെ കൈവച്ച് ഇങ്ങനെ പൊക്കി എടുത്തിട്ട് കാർത്തികനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്റെ മോള് നന്നായിട്ട് വരും, ദീർഘസുമംഗലിയായിട്ട് ഒരുപാട് നാള് എന്റെ മോള് ജീവിക്കും, മോൾ കൊണ്ട് പേടിക്കണ്ട എന്ന് പറയാണ്. ലക്ഷ്മി പറയണ്ട്, മോളെ കാർത്തികെ അച്ഛന് ദക്ഷിണ കൊടുക്ക് എന്ന് പറയാണ്. അതിനുശേഷം അച്ഛന് ദക്ഷിണ കൊടുക്കാണ് കാർത്തിക. പ്രകാശം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ കാദംബരിയുടെ കല്യാണം മാത്രമേ മര്യാദയ്ക്ക് നടത്തി കൊടുത്തിട്ടുള്ളൂ, പക്ഷെ അത് മനസ്സ് നന്മയോടുകൂടി ചെയ്തു കൊടുത്തതല്ല. എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് നടത്തി കൊടുത്തതാണ്. പക്ഷെ ഇപ്പൊ ആദ്യമായിട്ടാ ഞാനൊരു മോളുടെ വിവാഹം മനസ്സ് നിറയെ അതുപോലെ തന്നെ സന്തോഷം കൊണ്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്നത് ആദ്യമായിട്ടാ എന്നൊക്കെ പറയുമ്പോ അമ്മ പറയണ്ട, എന്റെ പ്രകാശ, ഇപ്പൊ നീ പഴയ കഥകളൊന്നും പറയേണ്ട സമയമല്ല. നോക്ക്, അവളുടെ കയ്യിൽ നിന്ന് ദക്ഷിണ വാങ്ങിച്ച് അവൾ അനുഗ്രഹിച്ചതേ ഇന്ന് പെണ്ണ് പുതിയ വീട്ടിലേക്ക് പോവാണ്, പയ്യന്റെ വീട്ടിലേക്ക്. അപ്പൊ അവരുടെ ജീവിതം നല്ല കുട്ടികളും കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം. അപ്പൊ സന്തോഷ വർത്തമാനം മാത്രം ഇപ്പൊ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോ കല്യാണി പറയണ്ട്, അത് അമ്മ പറഞ്ഞ ശരിയാ. ഇപ്പോ പഴയ കാര്യങ്ങളൊന്നും അച്ഛൻ പറയാൻ നിൽക്കണ്ട. അച്ഛൻ പറഞ്ഞു തുടങ്ങിയാലേ പിന്നെ എന്റെ കാര്യങ്ങൾ പറയും, പിന്നെ പൊട്ടിക്കരയും, കരച്ചിലായി, ബഹളമായി. ഒന്നും വേണ്ട അച്ഛാ, ഇന്ന് നമുക്ക് സന്തോഷത്തിന്റെ ദിവസമാണ്. ഇത് എല്ലാവർക്കും ദക്ഷിണ കൊടുത്തോ മോളെ? ഇല്ല, കൊടുക്കാൻ തുടങ്ങണേ ഉള്ളൂ എന്ന് പറയാണ്. ശേഷം അമ്മമ്മക്ക് ദക്ഷിണ കൊടുക്കുന്നുണ്ട്, പിന്നെ ലക്ഷ്മി അമ്മക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2-3 പേർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ വേലു മൂപ്പത്തിനെയും കൂട്ടിക്കൊണ്ട് വരുവാട്ടോ. മൂപ്പത്തി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൂപ്പത്തിനെയും കൂട്ടിക്കൊണ്ട് ഇനി വരുന്നുണ്ട് വേലു. അപ്പോഴേക്കും നമ്മുടെ കല്യാണി പറഞ്ഞ, അച്ഛ ഇതാ ഞാൻ പറഞ്ഞില്ലേ കാട്ടിലെ മൂപ്പന്റെ അമലുവിന്റെ അമ്മ. അപ്പോഴേക്കും അമലു ഓടിപ്പെട്ട് അമ്മ എന്ന് കെട്ടിപ്പിടിക്കാണ്. അമലുവിനെ കാണുമ്പോ മൂപ്പത്തി ഇങ്ങനെ അടിമുടി ഇങ്ങനെ നോക്കുക കേട്ടോ. എന്റെ മോള് തന്നെയാണോ ഇത്? സിനിമാ നടിനെ പോലെ ഉണ്ടെന്ന് പറയുമ്പോഴേക്കും ഒന്ന് പോമാ എന്ന് പറയാണ്. അപ്പോഴേക്ക് വേലു വേലു പറഞ്ഞിട്ട് വേഗം മാമി എന്ന് പറഞ്ഞ അടുത്തേക്ക്, എന്റെ വേലു നിങ്ങളൊക്കെ ആകെ മാറിപ്പോയല്ലോ, ഇപ്പൊ നാട്ടിലെ ആൾക്കാരെ ആയാലേ നിങ്ങൾ എന്ന് പറയുമ്പോഴേക്കും അങ്ങനെയൊന്നുമല്ല, ഈ വേഷത്തിന്റെ ഒക്കെ കാരണക്കാരത് ഇവരാണ്, ഞങ്ങൾ അടിമുടി മാറ്റി, എന്തായാലും നന്നായിട്ടുണ്ട് എന്നിങ്ങനെ പറയാണ്. അമ്മക്കും സാരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, എനിക്കിതൊക്കെ മതി മോളെ എന്ന് പറയാണ്. അപ്പോഴേക്കും നമസ്കാരം എന്നൊക്കെ പറയുന്നുണ്ട് പ്രകാശൻ. കാട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ കിരൺമോൻ പറഞ്ഞു. ഇവിടത്തെ സംഭവങ്ങളും അറിയാലോ. അറിയാം, ഗംഗ അവ മരിക്കും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ഞാൻ വരാതിരിക്കായിരുന്നു, മൂപ്പ മരിച്ചിട്ട് അധികം നാളായിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് അങ്ങനെ പുറത്തു പോകാൻ പാടില്ല എന്നുണ്ട്. പക്ഷെ ആ ഗംഗപ്രസാദ് മരിക്കുമെന്ന് അറിയുമ്പോൾ അവന്റെ ശവം കാണാൻ വേണ്ടിട്ടാ ഞാൻ വന്നത് എന്ന് പറയാണ്. അപ്പൊ അമ്മ പറയണ്ട, അത് കാണാൻ വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. അവൻ മരിച്ചു കഴിഞ്ഞാലേ ദർശനത്തിന് വെക്കണം. ഒരുപാട് പേര്, അവൻ ദ്രോഹിച്ച ഒരുപാട് കുടുംബങ്ങൾ അവനെ കണ്ട് കാർക്കിച്ച് തുപ്പാൻ വേണ്ടി വരുമെന്നൊക്കെ അമ്മൂമ്മ പറയാണ്. അവൻ എനിക്ക് കാണണം, അവൻ മരിച്ചു കിടക്കണ കണ്ടാലേ എനിക്ക് എൻ്റെ മരിച്ചു കിടക്കണ മൂപ്പന്റെ ആ ഒരു മുഖം എനിക്ക് മനസ്സിൽ നിന്ന് പോവുള്ളൂ. എൻ്റെ മനസ്സിൽ എപ്പോഴും സ്വപ്നത്തിൽ മൂപ്പൻ വന്ന് പറയുന്നുണ്ട്, അവൻ മരിക്കും, നിങ്ങളൊന്നും കൊണ്ട് പേടിക്കേണ്ട, എല്ലാം നല്ലതിനെ ആയിരിക്കുമെന്ന്. എന്തായാലും കല്യാണ പെണ്ണ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ കാർത്തിക വരുന്നുണ്ട്. അപ്പൊ കാർത്തിക അങ്ങനെ നമ്മുടെ മൂപ്പത്തിക്കും ദക്ഷിണമെടുത്ത് അനുഗ്രഹമൊക്കെ വാങ്ങിക്കാട്ടോ. അതിനുശേഷം കാണിക്കണത് നമ്മുടെ ഗംഗപ്രസാദിനെയാട്ടോ. ഗംഗപ്രസാദ് രാവിലെ തന്നെ ഭയങ്കര അസ്വസ്ഥനാട്ടോ. അപ്പൊ കൂട്ടുകാരോട് പറയണ്ടടാ, നീ ആ കാർത്തികയുടെ വീടിന്റെ അവിടെ എവിടെയെങ്കിലൊക്കെ ഒന്ന് പോയി അന്വേഷിക്കടാ, നീ പുതിയ ആളായതുകൊണ്ട് അവർക്ക് നിന്നെ ഒരു വില്ലനായിട്ട് തോന്നത്തേയില്ല, നിന്നെ കണ്ടാലൊരു ഗുണ്ട ലുക്കൊന്നുമില്ല, നല്ല ഹീറോ പോലെയാ നീ ഇരിക്കണത്, ഒന്ന് പോയിട്ട് അന്വേഷിച്ചിട്ട് വാടാ. ശരി, ഞാൻ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് ആ പുതിയൊരു ഗുണ്ട ഉണ്ടല്ലോ, നല്ല ഹീറോ പോലെ ഇരിക്കണ അയാള് ബൈക്ക് എടുത്തിട്ട് വേഗം തന്നെ കാർത്തികയുടെ വീടിന്റെ അവിടെയൊക്കെ പോവാട്ടോ. ആ സമയത്ത് കറക്റ്റ് ആയിട്ട് കാർത്തികയും പ്രകാശനും കല്യാണിയൊക്കെ കാറിൽ കയറുന്ന സീനാണ് കേട്ടോ ഇയാൾ കാണുന്നത്. അപ്പൊ കാണുമ്പോ തന്നെ ഇത് അവളല്ലേ, ഗംഗയുടെ അനിയത്തി. അപ്പൊ ഗംഗ കണ്ട സ്വപ്നം സത്യം തന്നെയാണ്, ഇവളുടെ വിവാഹമാണല്ലേ, അത് എത്ര പെട്ടെന്ന് ഇത് ഗംഗേനെ അറിയിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അപ്പൊ തന്നെ സ്പീഡിൽ ബൈക്കായിട്ട് അങ്ങോട്ട് പോകാട്ടോ. അപ്പൊ ഇത് പ്രകാശനും അതുപോലെ രതീശനും ഒരു സംശയം തോന്നുന്നുണ്ട്.
പ്രകാശൻ രതീഷിനോട് പറഞ്ഞു, രതീഷ് അവൻ എങ്ങനെയൊക്കെയോ വിവാഹക്കാര്യം മണത്തറിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. രാവിലെ മുതൽ രണ്ടാൾക്കാർ ഈ ചുറ്റുവറ്റത്ത് എങ്ങനെയൊക്കെയോ നടക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പേടിക്കൊന്നും വേണ്ട, ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ആൾക്കാരുണ്ട്, പിന്നെ പോകുന്ന വഴിയിലൊക്കെ നമ്മുടെ ആൾക്കാരുണ്ട്. ദിലീപിന്റെ ഏരിയയിൽ മൊത്തം പോലീസുകാരെല്ലാം നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു പേടിക്കേണ്ട ഒരു കാര്യമില്ല. പെണ്ണും ചെറുക്കനും സേഫ് ആയിട്ട് ഓഡിറ്റോറിയത്തിൽ എത്തും. അച്ഛൻ പേടിക്കേണ്ട, അച്ഛൻ വണ്ടി കയറ് എന്ന് പറയാണ്. അങ്ങനെ ഓഡിറ്റോറിയത്തിലേക്ക് ആദ്യം എത്തുന്ന നമ്മുടെ ദിലീപും അതുപോലെ തന്നെ അമ്മയും കൂട്ടാളികളായിട്ട് നമ്മുടെ കിരൺ മുമ്പിൽ തന്നെ ഉണ്ട്. കിരണാണ് ദിലീപിന്റെ കാല് കഴുകിയിട്ട് അകത്തേക്ക് കയറ്റുന്നത്. ആ സമയത്ത് തന്നെയാണ് അവിടേക്ക് കാർത്തികയും കല്യാണിക്ക് എത്തണം. എല്ലാവരും ഓഡിറ്റോറിയത്തിൽ എന്തായാലും എത്തുന്നുണ്ട്. ആ സമയത്ത് ഗുണ്ടയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വേഗം തന്നെ ഓടി വരുവാണ് ഗംഗയുടെ അടുത്ത്. ഗംഗ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ആ എന്തായടാ, നീ പോയി അന്വേഷിച്ചോ? അന്വേഷിച്ചടാ. നിന്നെ സമ്മതിച്ചിരിക്കുന്നു, നീ കണ്ട സ്വപ്നയെ 100% കറക്റ്റ് ആടാ. നീ എന്താ പറഞ്ഞു വരുന്നത്? അതേടാ, ആ കാർത്തിക അവളുടെ വിവാഹമാണ് ഇന്ന് വിവാഹമാണെന്നോ? അതെ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ഞാൻ അവിടെ പോയപ്പോഴേക്കും ആ കാർത്തിക എന്ന് പറഞ്ഞവള് മണവാട്ടി വേഷത്തിൽ വണ്ടിയിലേക്ക് കേറുമായിരുന്നു. അവളുടെ അച്ഛനും ഉണ്ട്, പിന്നെ ആ കല്യാണി എന്ന് പറഞ്ഞ അവളുണ്ടല്ലോ, അവളും ഉണ്ട്, പിന്നെ അവളുടെ ഏതൊക്കെ 2-3 ബന്ധുക്കളും ആ കാർത്തികയുടെ അമ്മയൊക്കെ ഉണ്ട്. 2 വണ്ടിയിലുള്ള ആൾക്കാരുണ്ടടാ, അത്രയും പേരേ ഉള്ളൂ. പക്ഷെ അടുത്തുള്ളവർ ആരും ഇത് അറിഞ്ഞിട്ടില്ല. ഓഹോ, അപ്പൊ ഗംഗേനെ മണ്ടനാക്കി അവര് വിവാഹം നടത്താൻ വേണ്ടി പോവാണല്ലേ? അതേടാ, അവര് അടുത്തുള്ള ഓഡിറ്റോറിയം ഒന്നും ആയിരിക്കില്ല, ഏത് ഉള്ളിലുള്ള ഓഡിറ്റോറിയം ബുക്ക് ചെയ്തേക്കണം. കാരണം ആ ഭാഗത്ത് അടുത്തുള്ള ഓഡിറ്റോറിയത്തിലേക്ക് ഞാൻ ജസ്റ്റ് പോയി നോക്കിയായിരുന്നു, എല്ലാം അടച്ചു പൂട്ടി ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഇവര് വേറെ ഏതൊരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ പോവാണെങ്കിൽ കാര്യം സാധിക്കാൻ ഗംഗ, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൈവിട്ടു പോകും. അവളുടെ കഴുത്തിൽ അവൻ താലി കെട്ടും. അല്ലടാ, ആരാവണം അവളെ കെട്ടാൻ പോണോ? എന്തെങ്കിലും കണ്ടോ? കാറിൽ എന്തെങ്കിലും ഫോട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ഇല്ലടാ, ഒന്നുമില്ല, ഒന്നും അറിയില്ല. എന്തിനാ, അവളുടെ കല്യാണമാണ്, അത് ഉറപ്പാണ്. ഗംഗ പറയുന്നുണ്ട് മറ്റേ ഗുണ്ടകൾക്ക്, ഞാൻ ഇന്നലെ നിങ്ങൾക്ക് പറഞ്ഞതല്ലേ അവിടെ വരെ ഒന്ന് പോയി നോക്കാന്ന്. എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു എന്നെ മണ്ടനാക്കാണോ ഒരുക്കുവാണെന്ന്. ഞാൻ അങ്ങോട്ട് ചെയ്യണ വിദ്യ അവർ ഇങ്ങോട്ടേക്ക് പണിത് തന്നിരിക്കുക. സാധാരണ ഞാനാണല്ലോ കണ്ണിൽ പൊടിയിട്ടിട്ട് വേറെ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുക, അതുപോലെ തന്നെ അവർ എന്റെ കണ്ണിൽ പൊടിയിട്ട് കല്യാണം നടത്താൻ വേണ്ടി നോക്കുക. ഇത് ഞാൻ സമ്മതിക്കില്ല. ഈ ഗംഗ ജീവനുള്ളപ്പോ അവളുടെ കല്യാണം നടത്താൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. അങ്ങനെ ഗംഗയും ഏതൊക്കെ കാറിലൊക്കെ അവിടേക്ക് എത്തുന്നുണ്ട്. എന്തായാലും ദിലീപിന്റെ കാറാണോന്ന് ഇനി അറിയത്തില്ല കേട്ടോ. എന്തായാലും ഗംഗ അവിടെ എത്തുന്നുണ്ട്. ഇവരുടെ ദിലീപ് എത്തുന്ന സമയത്ത് തന്നെ അവിടെ എത്തുന്നുണ്ട്. പക്ഷെ ഗംഗേനെ ആരും തിരിച്ചറിയണമൊന്നുമില്ല. വിവാഹത്തിന് താലി കെട്ടുന്ന സമയത്താണ് ഗംഗ അവിടെ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലേക്ക് കയറുന്നത്. പിന്നീട് അവിടെ ഗംഗേനെ കാണുമ്പോ തന്നെ വേലും കിരണും കൂടി ഗംഗേനെ അടിച്ച് ഇങ്ങനെ ഒതുക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ ഗംഗയും അടിച്ച് ഇതാവുന്നുണ്ട്. പക്ഷെ ഗംഗേനെ എല്ലാവരും കൂടി അടിച്ച് ചമ്മന്തിയാക്കാണ്. ഗംഗ ഒറ്റക്കാട്ടോ വരുന്നത്. ഹെൽമെറ്റ് വെച്ചിട്ടാണ് വരുന്നത് കേട്ടോ. ഹെൽമെറ്റ് വെച്ചിട്ടാണ് വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങണം. പക്ഷെ ഇയാള് ഹെൽമെറ്റ് വെച്ചാലും മുഖം എത്ര മാറ്റിയാലും ഗംഗനെ കണ്ട ആർക്കായാലും മനസ്സിലാവുമല്ലോ. അങ്ങനെ അവിടെ വെച്ചിട്ട് അടിച്ച് ഗംഗന് ഒരു ഇഞ്ച പരിവാക്കാണ്. അതായത് കാർത്തികയുടെ കഴുത്തിൽ ദിലീപ് താലി ചാർത്തുന്നുണ്ട്, അത് വേറെ കാര്യം. പിന്നീട് ഗംഗ മരിക്കോ ഇല്ലയോ എന്നുള്ളത് നാളത്തെ വീക്കെൻഡ് പ്രൊമോ മാത്രം അറിയാൻ പറ്റുള്ളൂ. നാളത്തെ വീക്കെൻഡ് പ്രൊമോയിൽ കാണിക്കാൻ പോണത് കാർത്തികയുടെ ദിലീപിന്റെ വിവാഹം, ഓഡിറ്റോറിയത്തിലെ ഫൈറ്റ്, ഗംഗ മരിക്കോ ഇല്ലയോ, ഇത്രയും ഭാഗങ്ങൾ മാത്രമേ നാളത്തെ വീക്കെൻഡ് പ്രൊമോയിൽ എന്തായാലും കാണിക്കുള്ളൂ കേട്ടോ. എന്തായാലും നാളത്തെ എപ്പിസോഡ് നല്ലൊരു എപ്പിസോഡായിരിക്കും. പിന്നെ നാളത്തെ എപ്പിസോഡ് ഡിലേ ആകോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഉച്ചക്ക് മുമ്പ് എപ്പിസോഡ് വരുമ്പോൾ ഒറിജിനൽ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.